ഓണക്കൂട്ടിയിലേക്ക് പ്രിയപ്പെട്ട എല്ലാ മാതൃഭൂമി പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഓണക്കൂട്ടിൽ എൻ്റെ കൂടെ നിങ്ങൾക്ക് നല്ലൊരു വിഭവം പരിചയപ്പെടുത്താൻ എത്തിയിരിക്കുന്നത് നമ്മുടെ മീന ചേച്ചിയാണ്. മീന സന്തോഷ്, നമസ്കാരം ചേച്ചി. ആദ്യം തന്നെ ഒരുപാട് സ്നേഹത്തോടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ഇന്ന് ഞാനിവിടെ ഒരു ട്രിവാൻഡ്രം സ്പെഷ്യൽ വടക്കൂട്ടുകറി ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. വേറെ ഒന്നുമല്ല, കൂട്ടുകറിയുടെ കൂടെ നമ്മൾ കുറച്ച് ഉഴുന്നുവടയും കൂടെ ചേർക്കുന്നു എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. ഇൻഗ്രീഡിയൻസ് എന്താണ്? ഇൻഗ്രീഡിയൻസ് മെയിനായിട്ട് വടയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പിന്നെ നമ്മുടെ കൂട്ടുകറിക്ക് വേണ്ടിയിട്ടുള്ള പൊട്ടറ്റോ, പിന്നെ സവാള, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ അത് താളിക്കാൻ വേണ്ടിയിട്ടുള്ള കടുക്, വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ വെളിച്ചെണ്ണ. പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് വേറൊരു ഇൻഗ്രീഡിയൻസ് വരുന്നതെന്ന് വെച്ചാൽ തേങ്ങാപ്പാലാണ്. 1-ാം പാലും വേണം, 2-ാം പാലും വേണം. 2 മണിക്കൂർ കുതിർത്ത ആ ഒരു ഉഴുന്നിനെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് ഉണ്ടാക്കാൻ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ഉഴുന്ന്, അതുപോലെ പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഇതെല്ലാം കൂടെ ചേർത്തങ്ങോട്ട് മിക്സ് ചെയ്താൽ മതി അല്ലേ? മിക്സ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർക്കാൻ ആരും മറക്കരുത്. കുഞ്ഞു കുഞ്ഞു ബോൾസ് ആയിട്ടാണ് ഇടുന്നത്. സാധാരണ നമ്മൾ ഉഴുന്നുവട നല്ല വലുതാക്കിയിട്ടൊക്കെ അല്ലേ ചെയ്യുന്നത്. നമുക്കിത് ഒരുപാട് മൊരിയണം എന്നൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് ഒരു കളറ് മാറിയിട്ട് ഒരു ചെറിയൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വന്നാൽ മതി വട. അപ്പം നമ്മൾ കൂട്ടുകറിയിലേക്ക് തന്നെ കടക്കുവാണ്. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണോളം മുളക് പൊടി ഇടാം. പിന്നെ നമുക്ക് മല്ലിപ്പൊടി, തേങ്ങയുടെ 2-ാം പാൽ ഒഴിക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമ്മളൊരു അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കണം. നമുക്കിപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇതിലേക്ക് ആ ഒരു 1-ാം പാൽ ഒഴിക്കാം. അപ്പം ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഗരം മസാല ഒരു 3/4 ടീസ്പൂൺ വേണം. ഇനി ഒന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. താളിച്ച് ആ ഒരു ഫ്ലേവർ അതിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് നേരം കൂടെ അടച്ചു വെക്കണം. നമ്മൾ കൂട്ടുകറി ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ തെക്കൻ കേരളത്തിൻ്റെ വടക്കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്.